ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ലൈറ്റ് ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയും നവ്യയും കൂടി സംസാരിക്കുന്ന ക്രൂരതകൾ മുഴുവനും കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോയി. ദേവയാനിയാണ് രക്തം തിളച്ച് അവിടെ നിന്ന് കയറി പോകുന്നേട്ടോ. ഇവിടെ ഒരുത്തിയുണ്ട്, അവൻ്റെ അമ്മ. ഞാൻ പുറം പോക്കായതുകൊണ്ടാണ് അവൾ തൻ്റെ ഇടത്തോടെ എൻ്റെ കരണത്തടിച്ചതെന്ന് ജലജ പറയുമ്പം ആ സമയത്തെ അമ്മ തിരിച്ച് തല്ലാത്തത് വല്ലാത്ത തെറ്റായിപ്പോയെന്ന് നവ്യ. ഇനി എന്നെ തല്ലിയാൽ ഞാൻ തിരിച്ച് തല്ലും, ആകെ സമനില തെറ്റി നടക്കുക ഞാനെന്നും പറഞ്ഞുകൊണ്ട് ജലജ തുള്ളി പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. നവ്യയാണെങ്കിൽ ഏതാണ്ടാക്കി പുരുട്ടി വെക്കാമെന്നുള്ള രീതിയിൽ ഇവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ജലജ നേരെ മുറിയിലേക്ക് പോകും കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ദേവയാനി ഇവളുടെ പിന്നാലെ ചെന്നു. ഇവൾ മുറിയിലേക്ക് കയറിയതറിയാതെ ദേവയാനി പിന്നാലെ ചെന്ന് വാതിലും അടച്ചങ്ങ് കുറ്റിയിട്ടു. ജലജ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ ദേവയാനി. ജലജ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ദേവയാനിയുടെ വരവും കുറ്റിയിടലും ഒന്നും. ഇവളന്തം വിട്ടിങ്ങനെ ദേവയാനിയെ നോക്കുക. ഭയങ്കര പവറോട് നമ്മുടെ ദേവയാനി വന്നേക്കുവാണ്. അപ്പോൾ നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പോൾ എനിക്ക് മനസ്സിലായടി എന്ന് ദേവയാനി പറയുമ്പോൾ, നീ ഏട്ടത്തി എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ദുബായി പോയവൻ തിരിച്ചു വരരുതെന്ന് നീയൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിൻ്റെ പേരിലടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ജലജ. നിന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് പുറത്തു വന്നതൊക്കെ ഞാൻ കേട്ടതാടി എന്നും ദേവയാനി ജലജയോട് പറയുക കേട്ടോ. എന്നിട്ടത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ വീണ്ടും നിന്റെ തടിക്കും ഞാൻ എന്ന് ദേവയാനി പറയുമ്പം അടിച്ചു നോക്ക്, ഇനി അടിച്ചാൽ ഞാനും തിരിച്ചടിക്കുന്നു ജലജ. അപ്പോൾ അടിക്കോടി നീ എന്ന് ചോദിച്ചു. എന്നെ അടിക്കോടി നീ എന്ന് ചോദിച്ചുകൊണ്ട് ജലജയുടെ കുത്തിനെ അങ്ങ് പിടിച്ചില്ലേ. അവളെ കാഴ്ത്ത് ഞെരിച്ച് ശരിയാക്കുക ദേവയാനി. അപ്പം നിങ്ങൾക്കെന്താ വട്ടായോ എന്ന് ചോദിച്ചു ജലജ. നിങ്ങളെന്തിനാ ഏത് നേരം എന്നോട് വഴക്കിന് വരുന്നതെന്ന് ജലജ ചോദിക്കുമ്പം എൻ്റെ മോനെയും മരുമകളെയും ഏത് നേരം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് സമനില തെറ്റുപടി എന്ന് ദേവയാനി പറഞ്ഞു. കാരണം അവരെ പോലെ നന്മയുള്ളവർ ഈ ജനറേഷനിൽ ഇല്ലെന്ന് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേടിയും ചോദിച്ചു. അപ്പോൾ സമ്മതിച്ചു, എൻ്റെ മോനാണ് ഈ ജനറേഷനിൽ ഏറ്റവും കുഴപ്പം പിടിച്ചവനെന്ന് ജലജ പറയുമ്പം അതിലെന്താടി സംശയം? അവനെപ്പോലെ മാരക വിഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലടി എന്നും പറഞ്ഞു. അന്നേരത്തേക്ക് നിർത്ത്, നിങ്ങളുടെ മോൻ എന്താ സത്യവാനാണോ എന്ന് ജലജ ദേവയാനിയോട് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിയേക്കാളും മുന്നേ ജയിലിൽ കിടക്കേണ്ടത് അവനായിരുന്നില്ലേ എന്നൊക്കെ ജലജ ദേവയാനിയോട് ചോദിച്ചു. അനഘ എന്ന പെൺകുട്ടി തളർന്ന് കിടന്നില്ലായിരുന്നെങ്കിൽ അവൾ അവനെ ജയിലിൽ കയറ്റിയേനെ എന്ന് പറയുമ്പം ഇല്ലടി, അനഘയ്ക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ നാവ് ചലിക്കുമായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കുന്ന ആരാണെന്ന് നിനക്ക് അറിയണോടി എന്ന് ദേവയാനി ജലജയോട് നേരം ചോദിച്ചു. നിനക്കറിയണോടിയത്? പറയണ്ട എന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു ഞാൻ. നീ അത് പറയിപ്പിച്ച് അടങ്ങുള്ളല്ലേ. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ മരുമോളെ നീ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക, ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ചേച്ചിയെയും അനിയത്തിയെയും തമ്മിൽ നീയും നിന്റെ അനിയനും നീയും നിന്റെ മകനും തമ്മിൽ തെറ്റിച്ചുകൊണ്ടിരിക്കുക, തമ്മിലടുപ്പിച്ചുകൊണ്ടിരിക്കുക. സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ ജയിലിൽ പോകുന്നത് നിന്റെ മോനായിരിക്കുമെന്ന് ദേവയാനി പറയുമ്പോൾ കൊള്ളാം. അവളെ സംസാരിക്കാത്തത് കൊണ്ടേ നിങ്ങൾക്കെന്തും പറയാമല്ലോ അല്ലേ? നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ആ ചന്തുവിന് അഭിയുടെ മുഖഛായയാണെന്ന് അല്ലേ? നിങ്ങളുടെ മോൻ ചെയ്ത കുറ്റം എൻ്റെ അഭിയുടെ തലയിൽ കെട്ടിവെക്കാനല്ലേ നോക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ കെട്ടിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടി. നവ്യയുടെ സത്യങ്ങൾ പറയാനേ ചില തടസ്സങ്ങളുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരോടും നാവടക്കി നടക്കുന്നത് തന്നെ എന്ന് പറയുമ്പോൾ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. എന്നാൽ ഇനി നിന്നോട് സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല എന്നും ദേവയാനി പറഞ്ഞു. പാവപ്പെട്ട ഒരു പെൺകൊച്ചിൻ്റെ ജീവിതം തകർത്തത് നിന്റെ മകനാടി എന്ന് ദേവയാനി ഈ ജലജയോട് പറഞ്ഞു. അഭിയുടെ കുഞ്ഞാടി ഈ പറയുന്ന ചന്തുമോളെന്ന് പറയുമ്പോഴേക്കും ജലജ അവിടെ നിന്ന് കൈ കൊട്ടി ദേവയാനിയെ പരിഹസിച്ച് ചിരിക്കുക. അപ്പോൾ ദേവയാനിക്ക് ഈ കാട്ടായൊക്കെ കണ്ടപ്പോൾ കലി കൂടുതലാണ്. നിർത്തടി എന്ന് ദേവയാനി ജലജയോട് പറയുകയും ചെയ്തു. സ്വന്തം മകൻ ചെയ്ത തെറ്റ് പറഞ്ഞപ്പോൾ നീ അട്ടഹസിച്ച് ചിരിക്കുന്നോടി എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ചിരിക്കാതെ പിന്നെ ആദർശാണ് കുറ്റക്കാരൻ എന്ന് അറിഞ്ഞപ്പോൾ മുതലേ നിങ്ങൾക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട് ഈ അസുഖം എന്നും ദേവയാനിയുടെ ജലജ പറയാം. നിങ്ങൾ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവർക്കും. അവൻ വലിയ പുണ്യാളനാണല്ലോ, അതുകൊണ്ടാണല്ലോ അവനെ അച്ഛൻ കമ്പനിയുടെ MD ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദേവയാനി നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള അവൻ്റെ ദേഹത്ത് ചെളി വീണപ്പോൾ അതിനേക്കാളും കുഴപ്പക്കാരനാണ് എൻ്റെ മോൻ എന്ന് ചാപ്പ കുത്താനാണ് ഈ വീട്ടിലുള്ള എല്ലാവരും ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവനെ ജയിലിലാക്കാൻ എല്ലാവരും ആവേശം കാണിച്ചതെന്ന് പറയുമ്പം എടിയും നിന്റെ മോൻ ജയിലിൽ കിടക്കേണ്ടവനാണെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവടിയെന്നും അതുകൊണ്ടാ കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ വിറ്റപ്പോൾ അവൻ ജയിലിലോട്ട് പോവട്ടെ എന്ന ആദർശം അവൻ്റെ മുത്തശ്ശനുമൊക്കെ അങ്ങ് കരുതിയതെന്നും ദേവയാനി ഈ ജലജയോട് പറഞ്ഞു. പിന്നെ ചന്തുമോള് നിന്റെ മോൻ്റെ കുഞ്ഞല്ലെന്ന് നീ പറയുന്നുണ്ടല്ലോ, പക്ഷേ അവൻ ഒരിക്കലും അത് പറയില്ലടി എന്ന് ദേവയാനി ജലജയോട് പറഞ്ഞു. അപ്പോൾ ജലജയ്ക്ക് ഞെട്ടല്. നീ അവനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ വീടിനകത്ത് വഴക്ക് നടക്കുമ്പോൾ അവൻ എന്നോടോ ആദർശിനോടോ നയനയോടൊക്കെ എന്തെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജലജ കണ്ണം തള്ളി പിടിച്ചിങ്ങനെ നിൽക്കുക.
ആദ്യമൊക്കെ നിന്നെപ്പോലെ തന്നെ അവൻ ഞങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തി നടന്നിരുന്നവനാ. ഇപ്പം അവൻ അങ്ങനെ പറയാറുണ്ടോ എന്ന് ദേവയാനി ജലജയോട് ചോദിച്ചു. പിന്നെ എന്തുകൊണ്ട് അവൻ ഞങ്ങളെ എല്ലാവരെയും താണു വണങ്ങി നടക്കുന്നത് നീ ഇടയ്ക്ക് ചോദിക്കാറില്ലേ? അങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം അത് ഇത് തന്നെയാടിയെന്നും ദേവയാനി വിളിച്ചങ്ങ് പറഞ്ഞു. അനഘ എന്ന പെൺകുട്ടിയെ കൊല്ലാക്കൊല ചെയ്ത് അവളുടെ ജീവിതം കളഞ്ഞത് നിന്റെ മകനാണെന്ന കാര്യം പറയുമ്പോഴേക്കും ജലജ നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. സ്വന്തം ചോരയടി അവൻ്റെ കൺമുന്നിലൂടെ നടക്കുന്നതെന്നും പറഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞിന് അവനൊന്ന് എടുക്കാറ് കൂടി ഉണ്ടോടിയെന്ന് ചോദിച്ചു. ജലജയ്ക്കൊന്നും മിണ്ടാട്ടമില്ല. എന്നിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് ഈ വീട്ടിലുണ്ടെന്ന് പോലും അവൻ ചിന്തിക്കാറ് പോലും ഇല്ല എന്നും പറഞ്ഞു. ഇതൊക്കെ നവ്യ അറിഞ്ഞാലുണ്ടല്ലോ അടുത്ത നിമിഷം അവനെ കൊത്തി അരിഞ്ഞ് അവൾ കൊല്ലുവടിയെന്നും ദേവയാനി ജലജയോട് പറയൂ കേട്ടോ. ജലജയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നീയും നിന്റെ മകനും ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോഴും ജലജ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിർത്തിയാലും അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാനെ അവരെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അതവനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല എന്ന് ജലജ പറയുമ്പം നീ എന്നെ വിശ്വസിക്കണ്ട. നിന്റെ മകൻ പറഞ്ഞാൽ നീ ഇപ്പം കേട്ടതൊക്കെ സത്യമാണെന്ന് നിന്റെ മകൻ സമ്മതിച്ചാൽ നീ ഇത് വിശ്വസിക്കുമോ എന്ന് ദേവയാനി ചോദിക്കുക. വിളിക്കടി അവനെ, എന്നിട്ട് ചോദിക്കടി. എന്നിട്ട് ഈ കേട്ടതെല്ലാം സത്യമാണോ എന്ന് നീ അവനോട് തന്നെ ചോദിക്കടി. അവനല്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തോടെ അവസാനിക്കും അവൻ്റെ ഈ വീട്ടിലെ ജീവിതമെന്ന് ദേവയാനി പറയും കേട്ടോ. അതും പറഞ്ഞ് നമ്മുടെ ദേവയാനി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ദേവയാനി അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പം ജലജ നിൽക്കാൻ പറഞ്ഞു ദേവയാനിയോട്. ദേവയാനി എന്നിട്ട് നേരെ ജലജയുടെ അടുത്തേക്ക് ചെന്നു. ജലജ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല നീ എന്താ പറഞ്ഞത്? തല്ലിയ നീ എന്നെ തിരിച്ച് തല്ലുവെന്നോ? നീ പറഞ്ഞില്ലേ നീ എന്നെ തല്ലടി എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി ജലജയുടെ മെക്കിട്ടങ്ങ് ചെന്ന് കയറി അങ്ങ് കൊടുക്കുക. തല്ലടി, നീ എന്നെ തിരിച്ച് തല്ലടി എന്നും പറഞ്ഞു ഒരൊറ്റ അടിക്ക നമ്മുടെ ജലജ കറങ്ങി കട്ടിലേ പോയി വീണു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് വലിയവായി കരയുക. ആ 5 വിരളും കവളത്തിങ്ങനെ തുടുത്ത് നിൽക്കുവാണ്. ഇനി നീ എന്നെ തല്ലില്ലടി, പകരം ഞാൻ പറയുന്നതൊക്കെ നീ വാലാട്ടി നിന്ന് അനുസരിക്കുമെന്ന് ദേവയാനി ജലജയോട് പറയാം. അനുസരിച്ചിരിക്കണം എന്നും പറഞ്ഞ് പിന്നെയും പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു. ജലജയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. കണ്ണും തള്ളി ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ. ദേവയാനി അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോഴാണ് സർക്കിട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ മഹാനായ മകൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അബി കയറി വന്നപ്പോൾ ദേവയാനി അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഇവനെ കണ്ടപ്പോഴത്തേക്കും കൊല്ലാനുള്ള കലിയുണ്ട്. അപ്പോൾ വല്യമ്മയെ കണ്ടപ്പോഴത്തേക്കും അടുത്തേക്ക് ചെന്നു. ചെല്ലടാ ചെല്ല്, നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ചെല്ലടാന്ന് പറഞ്ഞു ദേവയാനി. അല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അബിയെ ചോദിക്കുക. ഉണ്ടാകരുത് എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നിൻ്റെ അമ്മയായിട്ട് തന്നെ ഉണ്ടാക്കി എന്ന് ദേവയാനി പറയുമ്പം എന്താ അമ്മായി പോയി ചോദിക്കടാ ചെല്ലടാന്ന് പറഞ്ഞു ദേവയാനി അബിയോട്. എൻ്റെ നാവിൽ നിന്നല്ല നീ അത് കേൾക്കേണ്ടത്, ചെല്ലടാ, നിന്നെ കാത്തിരിക്കടാ നിൻ്റെ അമ്മ. അവരുടെ ചോദ്യത്തിനുള്ള മറുപടിയെ നീ കൊടുക്കടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അബിക്ക് കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഇവനങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ്റെ അടുത്തേക്ക് ദേവയാനി ചെന്നു. നീയും നിൻ്റെ അമ്മയും ഇനി ഇവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്നും ദേവയാനി ഇവനോട് പറയുവാണ്. നവ്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്കിപ്പോൾ ഈ വീട്ടിൽ കഴിയാൻ പറ്റുന്നതെന്ന് നീ ഓർത്തോളാൻ പറഞ്ഞു. സ്വന്തം ചേച്ചിയുടെ ജീവിതം തകരുന്നതിൽ അങ്ങേയറ്റം വേദനയുള്ള കൂട്ടത്തിലാണ് നയനമോള്. അതറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇപ്പോഴും ആദർശിൻ്റെ മുത്തശ്ശൻ ഈ വീടിനകത്ത് നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന് നീ ഓർത്തോളാൻ പറഞ്ഞു. നിൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് അവളും നീയും ഒക്കെ ഈ കുടുംബത്തിലെ പുറമ്പോക്കുകളാണെന്ന്. അങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ തന്നെയാണ് നീ. മനസ്സിലായോ എന്ന് ചോദിച്ചേ. നീയും ജലജയും പുറമ്പോക്കുകൾ തന്നെയാടാ എന്ന് ദേവയാനി അബിയോട് പറയുമ്പം അബി ഞെട്ടലോടെ ഇങ്ങനെ നോക്കുവാണ് ദേവയാനിയെ. അപ്പോൾ പുറത്താവുമെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് നേരെ ജലജയുടെ അടുത്തേക്ക് പോകുക കേട്ടോ. ഒരു അടികൊണ്ട പാടും പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ജലജ റൂമിൽ. അപ്പോഴമ്മയെന്ന് വിളിച്ച് മോൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതേ. അമ്മ എന്നിട്ട് ചെന്നു വാതിലടച്ചങ്ങ് കുറ്റിയിട്ടു. മകനോട് വിവരം ചോദിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറ്റിയിട്ടിട്ട് വരുന്ന അമ്മയെ കണ്ടപ്പോഴത്തേക്കും ഇവൻ ഞെട്ടി വന്നിട്ട് ഇവനെ കുത്തിന് പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തങ്ങ് നിർത്തി ജലജ. അബിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ അമ്മ എന്താ ഇതെന്നും ചോദിച്ചിട്ട് അബി തുള്ളുമ്പം സത്യം പറയടാ, പറ, നിന്റെ അമ്മയുടെ നാവിൽ നിന്ന് വന്നതൊക്കെ സത്യമാണോടാ എന്ന് ചോദിക്കുമ്പം എന്താ അമ്മായി പറഞ്ഞതെന്ന് ചോദിച്ചു അബി ജലജയോടാ. ആരാടാ ചന്തുമോള് എന്ന് ജലജ ചോദിക്കുമ്പോഴത്തേക്ക് അബി ഇങ്ങനെ ഞെട്ടി നിൽക്കുക. ആരാടാ, അത് ആദർശിൻ്റെ കുഞ്ഞാണോ അത് നിന്റെ കുഞ്ഞാണോടാ എന്ന് ജലജ ചോദിക്കുമ്പോഴേക്കും കാര്യങ്ങൾ ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായടാന്നും, പക്ഷേ
നീ അത് സമ്മതിക്കണമെന്നും ജലജ പറയുക. എന്നാലേ ഞാൻ കേട്ടത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നും ജലജ പറയുക അഭിയോട്. അഭി പേടിച്ച് വരച്ച് നിൽക്കുക. ഇനി അത് സത്യമല്ലെങ്കിൽ ദേ ഈ കവളത്തെ പാടുണ്ടോ, ഈ പാടിന് പകരം ചോദിക്കണോ എനിക്ക് എന്ന് ജലജ ഇവനോട് പറയുക. ഇവൻ പേടിച്ച് നിൽക്കുക. എൻ്റെ ഏട്ടത്തിയുടെ കാരണത്തടിക്കണം എനിക്കെന്ന് പറയുമ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ വീടിനകത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അഭി പറയുമ്പോൾ, എടാ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, അവളിങ്ങനെ ചുറ്റിത്തിരിയാണ് ഓരോരുത്തരുടെ സംസാരം കേൾക്കാനായിട്ട്. ഞാൻ നവ്യയോട് സംസാരിച്ചത് അവൾ കേട്ടെന്നാ തോന്നുന്നതെന്ന് ജലജ പറഞ്ഞു. ദേ ഞാനിപ്പോൾ നിന്റെ മുറിയിലാക്കി വാതിലടച്ചില്ലേ, ദേ എന്നിട്ട് ഭിത്തിയിൽ ചാരിയില്ലേ, അതുപോലെയാടാ അവൾ എന്നോട് ചെയ്തത് എന്ന് ജലജ അഭിയോട് പറയുക. പറയടാ പറ, അനഖ എന്ന പെൺകുട്ടിയെ ചതിച്ചത് നീയാണോ എന്ന് അഭിയോട് ജലജ ചോദിച്ചു. ആ പെൺകുട്ടിക്ക് നിന്നിലുണ്ടായ കുഞ്ഞാണോ ചന്തുമോളെന്ന് പറയടാന്നും പറഞ്ഞ് ജലജ അങ്ങ് ചെന്നില്ലേ. ഇവന് പേടിയായിട്ടും പാടില്ല, പറയാതിരിക്കാനും വയ്യ പറയാനും വയ്യ. ഇവനെ പിടിച്ച ഒരു ഒറ്റ തള്ളായിരുന്നു. കട്ടിലിൻ്റെ ആ ഒരു ഇതേലൊക്കെ പോയി ചെന്ന് ഇടിച്ച് അഭി അങ്ങ് വീണു കേട്ടോ. പറയാൻ പറഞ്ഞു അമ്മ. സത്യം അതാണല്ലേടാ അല്ലേ എന്ന് ചോദിക്കുക. അപ്പം അതുകൊണ്ടാണ് നിനക്കൊന്നും പറയാൻ പറ്റാത്തത് അല്ലേടാ എന്നൊക്കെ അമ്മ മോനോട് ചോദിക്കുമ്പോൾ അമ്മ ദയനീയമായിട്ട് നിൽക്കുക മകൻ. അതുകൊണ്ടാണല്ലോ ഞാനും നവ്യൊക്കെ ആദർശിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നീ ഞങ്ങളെ തടഞ്ഞത് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനും മിണ്ടാട്ടമില്ല. നീ വലിയ പുണ്യാളനാകാൻ നോക്കിയത് അതുകൊണ്ടാണേലും ചോദിച്ചപ്പം ഒരബദ്ധം എനിക്ക് പറ്റിപ്പോയമ്മേന്ന് അഭി പറഞ്ഞപ്പം മിണ്ടിപ്പോകരുത് നീ എന്ന് ജലജ അഭിയോട് പറയാം. ഒരബദ്ധമല്ല, ഒരുപാട് അബദ്ധം നിനക്ക് പറ്റിയിട്ടുണ്ടടാ എന്ന് ജലജ മകനോട് പറയാം. പക്ഷെ അതൊക്കെ നീ തന്ത്രപൂർവ്വം മറികടന്നിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ നീ തോറ്റില്ലടാ, പിന്നെ എങ്ങനെയാടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് ചോദിക്കുമ്പം ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാ അമ്മയെന്ന് അഭി പറയുമ്പം ഛേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക അവിടെ. മകൻ പിന്നെ എല്ലാം അമ്മയോട് അങ്ങ് പറയുക. പക്ഷെ അവൾ ഗൾഫിലായിരുന്നു എന്നും അതിൻ്റെ ഇടയ്ക്കാണ് അവൾക്ക് എന്തോ സീരിയസ് രോഗം ബാധിച്ചതെന്നും അതുകൊണ്ടാണ് അവൾ നാട്ടിലേക്ക് വന്നതും കുഞ്ഞിനെ വെച്ചൊരു കളി കളിച്ചതെന്നും ഈ അഭി പറയുക. അപ്പോൾ ജലജ ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അവളെ ആൾക്കാർ വെച്ച് ഏതാണ്ട് ഫിനിഷ് ചെയ്തതാ, പക്ഷെ തലനാരിഴയ്ക്ക് അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോരുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. തളയ്ക്കപ്പെട്ടടാ, ഞാനും നീയും തളയ്ക്കപ്പെട്ടടാ എന്ന് പറയുവാണ് ഈ ജലജ. നവ്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്കിപ്പോൾ ഈ വീട്ടിൽ തുടരാൻ പറ്റുന്നത് പോലും. എൻ്റെ കാര്യവും അത് അങ്ങനെ തന്നെയാണെന്നും ജലജ അഭിയോട് പറയുമ്പോൾ അതേ നവ്യയും സമ്മതിക്കണുണ്ട്. ദേ നവ്യ ഈ സത്യം മനസ്സിലാക്കുന്ന ദിവസം നമ്മൾ രണ്ടുപേരും പുറത്താണെന്നുള്ള കാര്യം നീ മറക്കണ്ടെന്നും പറഞ്ഞു. അല്ലെങ്കിലും നവ്യയോടെയും എനിക്കും നിനക്കൊന്നും യാതൊരു സിമ്പതിയും ഇല്ലല്ലോ. പിന്നെ അവളോട് ഈ കാര്യം പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാമായിരുന്നു എന്നും ഈ ജലജ പറയണു. പക്ഷേ അവൾ ഈ വീട്ടിൽ നിന്ന് ഓടിയാലേ അതിനേക്കാളും മുൻപേ നമുക്കിവിടെ നിന്ന് ഓടേണ്ടി വരുമെന്നും ജലജ അഭിയോട് പറയുമോ. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് നീ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചല്ലോടാന്ന് പറയുമ്പം അമ്മ എന്നോട് ക്ഷമിക്കണം. ഈ സമയത്ത് അമ്മ എനിക്കൊപ്പേ നിൽക്കാൻ പാടുള്ളൂ അമ്മയെന്ന് മകൻ അമ്മയോട് പറയണു. ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തു പോയതുകൊണ്ടേ അമ്മ ഇനി മറ്റുള്ളവരെ ഭരിക്കാനൊന്നും നിൽക്കരുതെന്നുള്ള കാര്യവും അഭി പറയുക കേട്ടോ. ആദർശേട്ടനെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നെന്ന് പറയുമ്പം എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുമടാ, അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് ജലജ അഭിയോട് പറയണു. അത് കേട്ട് അഭി ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക. ജലജയ്ക്കാണെങ്കിൽ ദേഷ്യം അടക്കാനും പറ്റുന്നില്ല. ഗതികെട്ട ഒരമ്മയായി പോയലോടെ ഞാൻ ഒരു പെങ്കൊച്ചുണ്ട്, അവരുടെ കല്യാണം മാന്യമായിട്ട് നടത്തണം, അതുപോലെ തന്നെ തല ചായ്ക്കാൻ എനിക്കൊരിടവും വേണമെന്നും ജലജ പറയുക മകനോട്. അതുകൊണ്ടെല്ലാം സഹിച്ചും ക്ഷമിച്ച് നിന്നല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ഇനി എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളെ അനുസരിച്ച് അവളുടെ അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരും എനിക്ക്. അങ്ങനെ ജീവിക്കാം, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഇതിൽ ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും അബിയുടെയും ജലജയുടെയും ചീട്ട് കീറി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഗൾഫിൽ അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അതും ആദർശിൻ്റെ കാര്യം. മൂർത്തി സാറിനോട് അതൊക്കെ പറയുന്നെങ്കിൽ എല്ലാം പറയട്ടെ, നമുക്ക് വിവരങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അബിക്ക് കോള് വന്നു. ഹലോ എന്തായെന്ന് ചോദിച്ചു. ഞാൻ വാക്കു പാലിച്ചു, നിന്റെ ശത്രുവായ ഏട്ടൻ അകത്തായി എന്ന് ഇവനോട് പറയാം. അപ്പോൾ ദുബായിലെ ജയിലിലാണ് ആദർശ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. ഇനി ആഘോഷം തുടങ്ങിക്കോളാനും ഇയാൾ അബിയെ വിളിച്ചു പറയുന്നു. അയ്യോ, അബിക്ക് ഭയങ്കര സന്തോഷമായി. അബി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ വേണുവിനെയും അതുപോലെ തന്നെ മകളെയും കാണാനായിട്ട് എന്നിട്ട് ഈ അബി ചെന്നു. മൊത്തത്തിൽ ഞാനും എൻ്റെ അമ്മയൊക്കെ ഒരു തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പിന്നെ ആ ഒരു സമയത്ത് വീട്ടിനകത്തുള്ള ശത്രുക്കൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയത് ചെറിയ കാര്യമൊന്നും അല്ല എന്ന് അബി ഇങ്ങനെ അവരോട് പറയാം. ഇവർക്ക് അന്നേരം ഭയങ്കര സന്തോഷം. അനന്തപുരിയിലെ കിളവിന് നല്ല സ്വാധീനമൊക്കെ ഇല്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു. അയാളുടെ കൊച്ചുമോൻ ജയിലിൽ കിടക്കുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുമ്പം ആൻറ്റി കേരളം അല്ല ഗൾഫ്, അവിടെ അനന്തമൂർത്തിയുടെ തലയെടുപ്പ് കൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. അവൻ മിക്കവാറും കുറേ കാലം ജയിലിൽ കിടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാൻ 10-14 ദിവസം കിടന്നു, അതിൻ്റെ 10 ഇരട്ടി അവൻ കിടത്തും ഞാൻ.
ഇതോടെ ഒരുത്തിയുടെ കൊമ്പ് ഒടിയുമല്ലോ, അയാളുടെ ഭാര്യയുടെ. അപ്പം ഞാൻ ജയിലിൽ പോകാൻ പോയപ്പോഴേ എൻ്റെ അമ്മയും ഞാനും ഒക്കെ അവരുടെ അനിയത്തിയുടെയും കാല് പിടിച്ച് പറഞ്ഞതാ. എന്നിട്ട് അവളുമാരതൊന്നും ചെവിക്കൊണ്ടില്ല എന്നും പറഞ്ഞ് അബി ഇവരുടെ മുന്നിൽ നിന്ന് പറയുന്നു. എന്നിട്ട് എന്തിന്, സ്വന്തം ചേച്ചിയല്ലേ നവ്യ, അവൾ നന്ദുവിൻ്റെയും നയനയുടെയും മുന്നിൽ നിന്ന് കരഞ്ഞു പറഞ്ഞതാ. എന്നിട്ടും അവർക്ക് രണ്ടുപേർക്കും മനസ്സലിഞ്ഞില്ല, രണ്ടുപേരും ഒന്നും ചെയ്തതുമില്ല. അതിനുള്ള മധുര പ്രതികാരമാണിത്. അല്ല അബി, ഗൾഫിൽ നിന്ന് ഈ കളികളൊക്കെ കളിക്കുന്നത് ആരാ? അപ്പോൾ അതാരാണെന്ന് ഇപ്പം അങ്ങൾ അറിയണ്ട എന്ന് അബി അന്നേരം ഇയാളോട് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു പുതിയ ജ്വല്ലറി ഉണ്ടായല്ലോ, എൻ്റെ ഭാര്യ മോഡലായിട്ടുണ്ടായ ജ്വല്ലറി, അതുൾപ്പെടെ എല്ലാ മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് വഴി വെക്കുമെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ സ്വപ്നങ്ങൾ ഒരുപാട് നെയ്ത് കൂട്ടുവാണ്. എൻ്റെ മൂർത്തി ജ്വല്ലറി ഒന്നും അല്ലാണ്ടാക്കിയെന്നും വെറും വട്ടപൂജ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, അതിന് തക്കതായ ശിക്ഷ തന്നെയാണ് അനന്തമൂർത്തിക്കും അയാളുടെ കൊച്ചുമക്കൾക്കൊക്കെ കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അഭി ഇങ്ങനെ പറയുമ്പോൾ, ഗൾഫിലായതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ആളെ നമുക്ക് പോയി കാണാനൊന്നും പറ്റത്തില്ലല്ലോ, അപ്പോൾ അതാണ് ആകെയുള്ളൊരു സങ്കടമെന്നും അഭി. പിന്നെ ഞാൻ ഏതായാലും വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ, അവിടെ അമ്മ ആകെ സങ്കടത്തിലാണെന്നൊക്കെ അഭി പറയുക. പിന്നെ എൻ്റെ ചില തരികിടകളെ ഏർപ്പാടുകളൊക്കെ അമ്മ അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടേ അമ്മ ആകെ ഷോക്കിലാണെന്നും അഭി പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വേണു. അമ്മയെ ഞാൻ ഈ വാർത്ത പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കട്ടെ, അതുമാത്രമല്ല നവ്യയ്ക്കും ഇതറിയുമ്പോൾ വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ എണ്ണങ്ങളോട് സ്വപ്നം കണ്ട് അവനങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോഴേക്കും എന്തായാലും ആ നയനയെന്ന് പറയുന്നവളെ സ്നേഹിക്കുന്നവരെല്ലാവരും അനുഭവിക്കട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ ഇരിക്കുക. അവൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് ഒരുത്തി നടക്കുന്നില്ലേ, മിക്കവാറും ഈ വാർത്തയൊക്കെ അറിയുമ്പോൾ ആ കുഞ്ഞു പോകാനുള്ള സാധ്യത വരെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ, അതായത് ഈ രേവതിയും അച്ഛനും കൂടെ പറയുവാണ് നമ്മുടെ അനാമികയോട്. അതിനു മുമ്പ് ഒരു ഷോക്കും കൂടെ കിട്ടിയല്ലോ, അവളുടെ അനിയത്തി ഇപ്പം കാലൊടിഞ്ഞ് കിടക്കുകയല്ലേ എന്നും പറഞ്ഞു വേണു ഭയങ്കര ചിരി. അത്രയ്ക്കാണ് ഞാൻ പൂജയും വഴിപാടൊക്കെ നടത്തിയത്, അവളും അവളുടെ കുടുംബവും നശിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിരുന്ന് പറയുക. നമുക്കും നമ്മുടെ മകൾക്കും കിട്ടാത്ത സുഖം അവളും അവളുടെ കുടുംബവും അനന്തപുരിക്കാരും അനുഭവിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഭയങ്കര ഇതിൽ പറയുമ്പോൾ, അയ്യോ അനാമിക മോള് ജയിച്ചു എന്നുള്ളൊരു ചിരിയോട് കൂടി ഇരിക്കുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവർക്കും ഒരുപാട് നന്ദി.